അങ്ങനെ ഇറാന് പാകിസ്ഥാൻ പണി കൊടുത്തിരിക്കുകയാണ്. പാകിസ്ഥാൻ അതിർത്തികളെല്ലാം പൂട്ടി. ഒരെണ്ണം പേടിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് കയറണ്ട, എല്ലാം അവിടെ നിന്നാൽ മതി എന്ന തീരുമാനം. ഇറാൻ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു പാകിസ്ഥാൻ കൈവിടില്ല, ഒപ്പം നിൽക്കുമെന്നുള്ളത്. US ഒപ്പം ഉണ്ടാകുമെന്ന് കരുതിയതാണ്. പക്ഷെ US കൈവിട്ടു. ഖമനിയെ തട്ടാനുള്ള എല്ലാ പ്ലാനിങ്ങും തുടങ്ങി കഴിഞ്ഞു. ഇപ്പം പാകിസ്ഥാനും കൂടി കൈവിട്ടിരിക്കുകയാണ് ഇറാന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? ഇനി എങ്ങോട്ടായിരിക്കും ഓടിക്കയറുന്നത്? പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ അസീം മുനീർ ഇപ്പൊ എവിടെയാ ഉള്ളതെന്ന് അറിയാവോ? അമേരിക്കയുടെ ക്ഷണിതാവായിട്ട് അമേരിക്കയിൽ ഇരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയുടെ ഒരു ആശ്രിത വത്സലനാണ് പാകിസ്ഥാൻ. അപ്പോൾ അമേരിക്കയുടെ താല്പര്യത്തിന് വിരുദ്ധമായി പാകിസ്ഥാൻ ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ പോയാൽ പിന്നെ പാകിസ്ഥാൻ മിച്ചം ഉണ്ടാവും. ഈ പാകിസ്ഥാനെ ഇസ്രയേൽ നോട്ടൗട്ട് വെച്ചിട്ടുണ്ട്. ഈ ഇറാൻ കഴിഞ്ഞാൽ പിന്നെ ഇസ്രയേലിന്റെ അടുത്ത ലക്ഷ്യം പാകിസ്ഥാനാണ്. കാര്യം ഈ രണ്ട് രാജ്യങ്ങളിലും തലവേദന എന്ന് പറയുന്നത് ഭീകരവാദം തന്നെയാണ്, പിന്നെ കടുത്ത മതവാദവും. അപ്പോൾ ഈ അതായത് ഇറാൻ ഇപ്പോൾ തീർന്നുകൊണ്ടിരിക്കുന്നു. വലിയ താമസമില്ലാണ്ട് പാകിസ്ഥാന് സമാനമായ ഗതി വരും. അപ്പോൾ ഇപ്പോൾ അടങ്ങി ഒതുങ്ങി ഇരിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് അഭികാമ്യം. പിന്നെ നേരത്തെ ഇറാൻ്റെ ഇപ്പോഴത്തെ പദ്ധതി എന്തെന്ന് വെച്ചാൽ പരമാവധി മുസ്ലിം രാഷ്ട്രങ്ങളെ തങ്ങൾക്കൊപ്പം നിർത്തുക, വൈകാരിക തലം ഉണ്ടാക്കി പരമാവധി കൂടെ നിർത്തുക എന്നുള്ളതാണ് ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. പക്ഷേ ആർക്കും ഈ അമേരിക്കയോടോ ഇസ്രയേലിനോടോ നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെടാൻ വേണമെങ്കിൽ ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കുമായിരിക്കും ഇത്തരം മുസ്ലിം രാഷ്ട്രങ്ങൾ. പക്ഷേ തുർക്കി കൂടെ നിൽക്കാൻ സാധ്യതയില്ലേ? ഉറപ്പായിട്ടും നിൽക്കും. പക്ഷെ അവർക്ക് നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഉള്ള സന്നദ്ധത കാണിക്കില്ല. പിന്തുണ കൊടുക്കുമായിരിക്കും. ഇപ്പോൾ പാകിസ്ഥാന് പിന്തുണ കൊടുത്തൊരു ചരിത്രമുണ്ടല്ലോ, പിന്തുണ കൊടുക്കുമായിരിക്കും. പക്ഷേ നേരിട്ട് ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ചിലപ്പോൾ അമേരിക്ക ഒരു പക്ഷേ ഇറാനെ ആക്രമിച്ചെന്നിരിക്കും, അതേ രീതിയിൽ ഇവരൊക്കെ സൈനികമായി ഇടപെടുമോ എന്നുള്ളത് സംശയമാണ്. ആശയപരമായി അല്ലെങ്കിൽ സാങ്കേതികപരമായിട്ടുള്ള പിന്തുണയൊക്കെ കൊടുത്തെന്നിരിക്കും. കാര്യം അമേരിക്കയെയും ഇസ്രായേലിനും ഒക്കെ പിണക്കി നിർത്തുന്നത് അവരുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അത്ര നല്ല പരിപാടിയല്ല. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്, ഈ അമേരിക്കയും ഇസ്രായേലും ഒക്കെ പയറ്റുന്ന നയതന്ത്രം ഒരു ഘടകമാണ്. ഈ പറയുന്ന മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഇപ്പോൾ ഏറിയ പങ്കും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയൊക്കെ സൗഹൃദ രാഷ്ട്ര പട്ടികയിലുള്ളതാണ്. ആ രീതിയിൽ നയതന്ത്ര പദ്ധതികൾ വിജയിപ്പിച്ചെടുക്കാൻ ട്രംപിനും നെതന്യാഹുവിനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു മുസ്ലിം കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു വൈകാരിക തലം ഉണ്ടാക്കാൻ ഇറാൻ ശ്രമിച്ചാലും അത് അത്രയ്ക്ക് അങ്ങ് പഴയ പോലെ അതങ്ങ് ക്ലച്ച് പിടിക്കില്ല. പക്ഷേ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നത്, പാകിസ്ഥാൻ കൈയൊഴിഞ്ഞു. തുർക്കി പറയും പോലെ നേരിട്ടുള്ളൊരു ഇതിന് മുതിരുമെന്ന് തോന്നുന്നില്ല. സഹകരിക്കാം എന്ന് പറഞ്ഞ് നിൽക്കുമെങ്കിലും നേരിട്ട് വന്ന് സഹായിക്കാനുള്ള പരിപാടിയില്ല. പക്ഷേ കേരളത്തിൽ നിന്ന് കുറച്ച് ആളുകൾ പോകാൻ സാധ്യത കൂടുതലുണ്ട്. കാരണം പിണറായി വിജയൻ ഇസ്രായേൽ ഒരു തെമ്മാടി രാജ്യം എന്ന് അപ്പോൾ പൂർണ്ണമായിട്ട് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. പിന്നെ സ്വരാജ് ഹമാസിനെയും ഗാസയിലേക്ക് ആളുകളെ എങ്ങനെ, അപ്പൊ സ്വരാജ് നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞിട്ട് സ്വരാജ് അങ്ങോട്ടേക്ക് പോയി സഹകരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇസ്രായേലുമായിട്ടുള്ള എല്ലാത്തരം ബന്ധവും ഉപേക്ഷിക്കണമെന്ന് MA ബേബി പ്രസ്താവന ഇറക്കിയിട്ട് വല്ല ആയോ? ബേബി പ്രസ്താവന ഇറക്കി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴല്ലേ P രാജീവിന്റെ ഭാര്യയ്ക്ക് ഇസ്രായേൽ പിന്നെ സർവകലാ സിൻഡിക്കേറ്റ് അംഗം എങ്ങാണ്ടായിട്ട് നിയമിതയെന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത വന്നിരുന്നു. അപ്പോ പറച്ചില്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം കാര്യത്തിലേക്ക്. ഇപ്പോ ഈ പാകിസ്ഥാനും ഇറാനും ആണല്ലോ നമ്മുടെ വിഷയം. അതിലുണ്ടായ വേറൊരു കാര്യം കൂടി പറഞ്ഞു തരാം. അതായത് ഈ പറയുന്ന ഇറാന്റെ കയ്യിൽ ആണവായുധം ഉണ്ട് എന്നുള്ള ആരോപണത്തിൽ അല്ലെങ്കിൽ ആക്ഷേപത്തിന്റെ പുറത്താണ് ഈ പറയുന്ന കോലാഹലം മുഴുവൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇറാൻ ഇപ്പോൾ അവർക്ക് പറയാനൊക്കില്ല ഞങ്ങളുടെ കയ്യിൽ ആണവായുധം ഉണ്ട് എന്നുള്ളത്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ ഈ പരിപാടി എല്ലാം തീർന്നു. അപ്പോൾ അവരിപ്പോൾ പറഞ്ഞേക്കുന്നത് ഇസ്രയേൽ ഞങ്ങളെ ആറ്റം ബോംബ് ഞങ്ങൾക്ക് നേരെ പ്രയോഗിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഇസ്രയേലിനെ ആറ്റം ബോംബ് ഇടും. ഇപ്പോൾ ഇറാന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ ആറ്റം ബോംബ് ഇടാമെന്ന് തന്നെ വിരിക്കട്ടെ. പക്ഷേ അത് സമ്മതിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഇത് ആറ്റം ബോംബ് വിടാനായിട്ടുള്ള സംവിധാനം കൂടി വേണ്ടേ? അത് ഇന്ത്യ നേരത്തെ അടിച്ചൊതുക്കി കളഞ്ഞു. അപ്പോൾ പിന്നെ ഈ പറയുന്ന ഒന്നും നടപടിയുള്ള കാര്യമല്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിപ്പോൾ അമേരിക്ക പറയുന്നതിനപ്പുറം അല്ലെങ്കിൽ ഇസ്രയേലിനെ ഭയപ്പെട്ട് കഴിയുക എന്നത് മാത്രമേ പാകിസ്ഥാന് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും ഇറാനെ നേരിട്ട് പിന്തുണയ്ക്കുന്ന രീതിയിൽ ഇടപെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോയിട്ട് ഇപ്പോൾ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ എണ്ണ നിർമ്മിക്കുന്ന രണ്ടാമത്തെ രാജ്യം ആണെന്ന് തോന്നുന്നു ഇറാൻ. ആദ്യത്തെ സൗദി ആയിരിക്കും, രണ്ടാമത്തേതാണ് ഇറാൻ. ഇറാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിക്കൊണ്ടിരുന്ന പാകിസ്ഥാനാണ്. ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് നിങ്ങളുടെ എണ്ണ തൽക്കാലം ഞങ്ങൾക്ക് വേണ്ട, ഇനി ഞങ്ങൾ ആലോചിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെയും പണി കൊടുത്തു. അതായത് ഈ പണി ഇതിന്റെയൊക്കെ ആസൂത്രകൻ അമേരിക്കയാണ്, ഉറപ്പായിട്ടുമാണ്. കാര്യം ഇറാനെ സംബന്ധിച്ച് അവരെ ദുർബലപ്പെടുത്തണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യണം.
ഒന്ന് അവരുടെ ആയുധങ്ങൾ നശിപ്പിക്കണം, 2 അവരുടെ വ്യാപാരം. എണ്ണ. കാര്യം അവരുടെ സമ്പത്ത് എന്ന് പറയുന്നത് അവരുടെ എണ്ണയാണ്. അവിടെ എണ്ണക്കിണറുകൾ പലതും നിന്ന് കത്തുന്നു. എന്നാൽ അവർക്ക് മറ്റ് രാജ്യങ്ങൾ, ഇപ്പോൾ ഇന്ത്യ പോലും ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്. അപ്പോൾ ആ സംഗതികൾ കൂടി ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇറാനെ സംബന്ധിച്ച് നിക്കക്കള്ളില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. സ്വാഭാവികമായിട്ട് ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ തർക്കം മുഴുവൻ നടക്കുന്നത്? ഇറാന് ആണവ ബോംബ് ഉണ്ട് എന്നുള്ളതാണല്ലോ. അത് ഒന്നെങ്കിൽ ആ സാധനം ഇല്ല എന്നുള്ളത് അവർ ബോധ്യപ്പെടുത്തണം. അതിനെന്താ വേണ്ടത്? അന്താരാഷ്ട്ര ആണവ ഊർജ്ജ ഏജൻസിക്ക് അവരുടെ ഈ പറയുന്ന കേന്ദ്രങ്ങളൊക്കെ പരിശോധിക്കാനായിട്ടുള്ള അനുമതി കൊടുക്കും. പക്ഷെ അവർ ഇപ്പോൾ നിഷേധിച്ചേക്കുകയാണ്. ആ സംഗതി അതിലൊരു വ്യക്തത വരുത്തണം. അതുണ്ടായിട്ടില്ല. അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ ആറ്റം ബോംബൊന്നുമില്ല, ഞങ്ങൾ ചെയ്യുന്നത് മറ്റേ ഊർജ്ജ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത്. അത് അവർ ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അമേരിക്കയുമായിട്ടുള്ള ആണവ നിർവ്യാപന കരാറിൽ അവർ ഇപ്പോൾ എടുത്തിരിക്കുന്ന കടുത്ത നിലപാട് വിട്ടിട്ട് കുറേയൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറായി ഈ ആണവ നിർവ്യാപന കരാറിൽ അവർ ഒപ്പിടണം. ഇത് ഏതെങ്കിലും ഒന്നില്ലാണ്ട് ഈ യുദ്ധം അവസാനിക്കില്ല. ഇവർ ഈ പറയുന്ന ഒരാളെ കൂട്ടാവുന്നേ ഉള്ളൂ. ഈ സഹായത്തിന് വിളിക്കുന്നവരെല്ലാം ശരി ഞങ്ങൾ ഏറ്റു എന്ന് പറയുന്നതല്ലാണ്ട് അവർ നേരിട്ട് ഇറാനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ പരോക്ഷമായി പിന്തുണയ്ക്കുമായിരിക്കും. ഇപ്പോൾ ധാർമ്മിക പിന്തുണ കൊടുക്കുമായിരിക്കും, ഏതെങ്കിലും രഹസ്യമായിട്ടുള്ള പിന്തുണ കൊടുക്കുമായിരിക്കും. നേരിട്ട് പ്രത്യക്ഷത്തിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും വരില്ല എന്നുള്ളതാണ് വാസ്തവം. ഇറാന്റെ ഒരു അവസ്ഥ അപ്പോൾ വളരെ ദയനീയമായിരിക്കും അല്ലേ? ഈ പ്രത്യേകിച്ച് അമേരിക്ക കൂടി പിന്നെ ഇടഞ്ഞു നിൽക്കുന്നു. പാകിസ്ഥാൻ അമേരിക്കയ്ക്കൊപ്പം, അമേരിക്ക പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരു തരത്തിലേക്ക് പാകിസ്ഥാൻ മാറുന്നു. ലോകരാജ്യങ്ങൾ മുഴുവൻ പിന്നെ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പോലും പരോക്ഷമായി പോലും ലോകരാജ്യങ്ങൾ മുഴുവൻ ഒരു പിൻവാങ്ങൽ രീതി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇറാനോടൊപ്പം നിന്നിട്ട് ഒരു പ്രയോജനം ഇല്ലാന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ്. എന്തായിരിക്കും ഇനി ഇറാന്റെ ഒരു അവസ്ഥ എന്താകും? അവിടെ ഒരു അധികാരമാറ്റം അതിൻ്റെ ഒരു സൂചനയുണ്ട്. കാര്യം അയത്തുള്ള അലി ഖമീനയി എന്ന് പറയുന്നയാളെ ഇസ്രയേലിന് വേണമെങ്കിൽ വധിക്കാമായിരുന്നു. കാര്യം അവരുടെ പരമോന്നത സൈനിക മേധാവിയെ അടക്കം വധിച്ചു. അത് ട്രംപ് കുളിപ്പിച്ച് നിർത്തിയിരിക്കുന്ന കോഴിയാ. അതായത് അവരെ അടക്കം അയാളെ പോലും ഇങ്ങനെ വധിക്കാതെ വെച്ചേക്കുന്നതിൻ്റെയൊക്കെ ഉദ്ദേശം ഇവരെ സമ്മർദ്ദത്തിലാക്കുക. കാര്യം അയാൾ ഏത് നിമിഷവും കൊല്ലപ്പെടും, കടുത്ത ആക്രമണം ഇനിയും ഉണ്ടാകും. അങ്ങനെ പരമാവധി സമ്മർദ്ദത്തിലാക്കുക. അപ്പോൾ പിന്നെ അയത്തുള്ള അലി ഖമീനയിക്ക് എന്താ ചെയ്യുക? അയാൾ അവിടുന്ന് ഒഴിയുക എന്നുള്ളത് മാത്രമാണ് ഒരു ഭരണമാറ്റം. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇറാഖിൽ നടന്നതുപോലെ സദാം ഹുസൈനെ മാറ്റി അവിടെ ഒരു അമേരിക്കൻ നിയന്ത്രിത സർക്കാർ, പാവ സർക്കാർ എന്നൊക്കെ പറയുമല്ലോ, അതേപോലെ അമേരിക്കയുടെ ഇസ്രയേലിൻ്റെ താല്പര്യങ്ങൾ അനുസരിക്കുന്ന ഒരു ഭരണ സംവിധാനം അവിടെ ഇറാനിൽ ഉണ്ടാകും. ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ ഉണ്ടായാലേ അമേരിക്കയുടെ ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ അജണ്ട നടപ്പിലാകുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ അണുബോംബിൻ്റെ പേരിലൊന്നും അല്ല യഥാർത്ഥത്തിൽ ഈ ആക്രമണം നടക്കുന്നത്. അവിടെയുള്ള വലിയ എണ്ണ നിക്ഷേപങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെ മറ്റൊരു താല്പര്യമുണ്ട്. ഇപ്പോൾ ഗസയിൽ ഇസ്രയേലിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം നിർവീര്യമാകണം. കാര്യം ഈ ഫലസ്തീനിലുള്ള ഹമാസിനടക്കം ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് പ്രധാനമായും ഇറാനാണ്. അപ്പോൾ അതുകൊണ്ട് ഇറാൻ നിർവീര്യമാകേണ്ടത് പിന്നെ ഇസ്രയേലിൻ്റെ ആവശ്യമാണ്. ഇറാനിലെ എണ്ണ അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അജണ്ട നടപ്പിലാകണമെങ്കിൽ അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകണം. അപ്പോൾ അതിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. ഇനിയിപ്പോൾ ഇറാനെ രക്ഷിക്കാൻ പാകിസ്ഥാൻ ഇല്ല, തുർക്കി ഇല്ല, ചൈന ഇല്ല, ഇന്ത്യ ഒരാവശ്യം വന്നാൽ റഷ്യ ഇല്ല. ഇന്ത്യ ഇസ്രായേലിനോടൊപ്പം നിൽക്കും, ഇറാനോടൊപ്പം നിൽക്കും. കാരണം ഇന്ത്യയുടെ ഒരു സാഹചര്യം അങ്ങനെയാണ്. അപ്പോൾ ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കാത്തൊരു രാജ്യമാണ്. അപ്പോൾ ഇനി നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞിട്ട് സ്വരാജ് പോവും ഇറാനെ രക്ഷിക്കാൻ. ഇനി അതേ ഉള്ളൂ. ബാക്കി രാജ്യങ്ങളൊക്കെ കൈവിട്ട സ്ഥിതിക്ക് സ്വരാജ് പോയി രക്ഷപ്പെടുത്തട്ടെ. മിന്നൽ മുരളി സൂപ്പർമാൻ എന്നൊക്കെ. അതെ, അതുപോലെ മിന്നൽ മുരളി ഇവിടുന്ന് പറന്നു പോയി ഖമനിയെ തട്ടി കേരളത്തിലേക്ക് കൊണ്ടുവരുമായിരിക്കും.